ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ മാണിപ്പറമ്പിലച്ചൻ. തലശ്ശേരി പോലീസ് വാണം വിട്ട പോലെ നാണം കെട്ട് മടങ്ങി. എറണാകുളത്ത് സത്യവിശ്വാസികളെ അറസ്റ്റ് ചെയ്ത് തലശ്ശേരി പോലീസ് നിയമക്കുരുക്കിലായി. വൺ ചർച്ച് വൺ കുർബാന പ്രസ്ഥാനത്തിലെ ആളുകളുടെ കാല് പിടിക്കുകയാണ് ഇപ്പോൾ പോലീസ് ഏമാന്മാർ. ഇന്നലെ നടന്ന സംഭവമാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവരെല്ലാം കേൾക്കണം. ഇത് ഇന്ത്യൻ പൗരത്വമുള്ളവരെല്ലാവരും ഇത് കേൾക്കണം. ആയുധമില്ലാതെ ഇസ്രായേലിന് യുദ്ധം ജയിച്ച കഥ ബൈബിളിൽ നമ്മൾ പല പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ പറയുമ്പോ ഇതെല്ലാം അത്യുക്തിയാണ്, അതിശയോക്തിയാണ്, ഇതൊന്നും നടന്നിരിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഇന്നലെ നമ്മൾ സീറോ മലബാർ സഭയിലെ പൗരസ്ത്യ സുറിയാനി കൽദായ കത്തോലിക്ക സഭയിലെ ആളുകള് ആയുധമില്ലാതെ, ആളില്ലാതെ, പണമില്ലാതെ, സ്വാധീനമില്ലാതെ യുദ്ധം ജയിച്ചു. നമുക്ക് വേണ്ടി കർത്താവ് നേരിട്ടിറങ്ങി വന്ന് യുദ്ധം ചെയ്തു. യെറിഹോയുടെ മതിലുകൾ തകർന്ന് വീണ ആ സംഭവം ബൈബിളിലുണ്ട്. അത് കെട്ടുകഥയല്ല, ശരിക്കും നടന്നതാണ് എന്ന് നമ്മുടെ മുമ്പിൽ ഒരു നേർ സാക്ഷ്യമായി തെളിഞ്ഞു ഇന്നലെ. ആ സംഭവം അതുപോലെ ആവർത്തിക്കുന്നത് നാം കണ്ടു. വിഭൂതി തിങ്കള്, നിർമ്മല തിങ്കൾ എന്ന് നമ്മൾ വിളിക്കുന്ന വിഭൂതി തിങ്കള് അന്ന് നമ്മൾ ഉപവസിച്ചു, ചാക്കൊടുത്തു, ചാരം പൂശി, കുരിശു വരച്ചു. ആ പ്രാർത്ഥന സ്വർഗത്തിൽ എഴുതപ്പെടുമെന്ന് ഞാൻ അന്ന് പറഞ്ഞു. അച്ചട്ടായി അത് അക്ഷരശാത് സംഭവിച്ചു. അത് സ്വർഗത്തിൽ എഴുതപ്പെട്ടുമെന്ന് നമ്മെ ഇന്നലെ ഈ സംഭവത്തിലൂടെ നമ്മെ അറിയിച്ചു. അതിനാൽ ഈ വീഡിയോ നിങ്ങൾ ആദ്യന്തം കേൾക്കണം, ഇങ്ങനെ ഓടിച്ചു വിടരുത്. മാത്രമല്ല, നിങ്ങൾ സീറോ മലബാർ സഭയെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യണം. ഞാനങ്ങനെ എല്ലാ വീഡിയോയും ഷെയർ ചെയ്യാൻ പറയാറില്ല, പക്ഷെ ഇത് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. തലശ്ശേരിയിൽ നിന്ന് 14 പോലീസുകാര് എറണാകുളത്ത് വന്ന് വൈകിട്ട് 7:30 വിൽസനെ വീട്ടിൽ നിന്ന് പൊക്കി. പിന്നെ അമ്പലത്തിങ്കൽ എന്നയാളെ അറസ്റ്റ് ചെയ്തു. പിന്നെ കറങ്ങി രാത്രി 11 മണിയോടെ കുര്യാക്കോസിന്റെ വീട്ടിലെത്തി. വീടിന് ചുറ്റും പോലീസ് വളഞ്ഞിരിക്കുന്നത് കണ്ട കുര്യാക്കോസ് എറണാകുളം അങ്കമാലി ബസിലിക്കയിലെ മുൻ കൈക്കാരനായിരുന്ന അഡ്വക്കേറ്റ് ജോയ് സാറിനെ വിളിച്ചു. അദ്ദേഹം ഉടനെ തന്നെ അഡ്വക്കേറ്റ് പ്രിൻസനെയും ജോസഫ് എബ്രാഹത്തെയും വിളിച്ചു. അവര് ഓപ്പറേഷൻ തുടങ്ങി. എന്തിനാണ് ഈ 3 പേരെ, 2 പേരെ അറസ്റ്റ് ചെയ്തു, ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വീട് വളഞ്ഞിരിക്കുന്നു, പിന്നെ 2 പേരെയും കൂടി അന്വേഷിച്ച് 5 പേർക്കെതിരെ വന്നിരിക്കുന്നത്? ആ എഫ്ഐആറിന്റെ കോപ്പി എന്റെ കയ്യിലുണ്ട്. 2023 ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത BNSS 173 പ്രകാരമുള്ള FIR ആണ് ഇട്ടിരിക്കുന്നത്. പ്രഥമ വിവരം, അതാണ് FIR, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട്. എന്താണ് ഈ 173 പ്രകാരമുള്ള BNSS 173 പ്രകാരമുള്ള FIR? പോലീസിന് അറിയാൻ കഴിഞ്ഞിട്ടുള്ള കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനെ കുറിച്ചും പ്രഥമ വിവരം രേഖപ്പെടുത്തുന്നതിനെ കുറിച്ചുമാണ് ഈ വകുപ്പ്. പഴയ CRPC 154 പകരം 2023 ഭാരതീയ സർക്കാർ കൊണ്ടുവന്ന നിയമമാണിത്. ഇതിനെ 0 FIR എന്നാണ് വിളിക്കുക. 0 എന്ന് വെച്ചാൽ കുറ്റം നടന്ന പ്രദേശം എവിടെയായാലും ഏത് പോലീസ് സ്റ്റേഷനിലും പരാതി നൽകാം. കുറ്റം എറണാകുളത്താണെങ്കിലും തലശ്ശേരിയിൽ പരാതി നൽകാം, തലശ്ശേരിയിലാണെങ്കിലും എറണാകുളത്തും അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പരാതി നൽകാം. ഇവിടെ പരാതി നൽകിയിരിക്കുന്നത് തലശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. കുറ്റകൃത്യം നടന്നു അവിടെ തന്നെയാണ്. എന്നാണ് പോലീസിന് അറിയാൻ കഴിഞ്ഞ കുറ്റകൃത്യം? തലശ്ശേരിയില് ഒരു മതിലില് 5 പേർ ചേർന്ന് കുറച്ച് വാൾ പോസ്റ്റ് ഒട്ടിച്ചു. ഇതാണ് കുറ്റകൃത്യം. തലശ്ശേരിയിൽ ഒരു വീടിന്റെ അല്ലെങ്കിൽ ഒരു മന്ദിരത്തിന്റെ മതിലില് വാൾ പോസ്റ്റ് ഒട്ടിച്ചു. അവർ വാൾ പോസ്റ്റ് ഒട്ടിച്ചത് എറണാകുളംകാരാണ് വാൾ പോസ്റ്റ് ഒട്ടിച്ചത്. അതുകൊണ്ട് എറണാകുളത്ത് നിന്നുള്ള ഈ അറസ്റ്റ്. അവരവിടെ പോയി ഈ പോസ്റ്റർ ഒട്ടിച്ചത്, വാൾ പോസ്റ്റ് ഒട്ടിച്ചത് തെറ്റോ ശരിയോ എന്തോ ആകട്ടെ, അവർ എന്തിന് തലശ്ശേരിയിൽ പോയി എന്ന ചോദ്യവും അവിടെ നിൽക്കട്ടെ. തലശ്ശേരി പാകിസ്ഥാനിലൊന്നും അല്ലല്ലോ. പിന്നെ രാജ്യദ്രോഹ കുറ്റമല്ല ഇവർ ചെയ്തതും. ഇന്ത്യയിൽ എവിടെ പോയും ഏത് പൗരനും
പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ടെന്നാണ് എന്റെ അറിവ്. പരസ്യം പതിക്കരുത് എന്ന ബോർഡുള്ള ഒരു മതിലിൽ പരസ്യം പതിച്ചാൽ അതിന് കേസ് കൊടുക്കാം. അത് വളരെ തീരെ ചെറിയൊരു കേസാണ്. അത് ഞാൻ പറഞ്ഞത് രാജ്യദ്രോഹ കുറ്റമായിട്ടുള്ള വലിയ കേസുകളൊന്നും അല്ലല്ലോ. പിന്നെ നമുക്കറിയാം കുറ്റകൃത്യങ്ങൾ ജാമ്യം കിട്ടാവുന്നതും ജാമ്യം കിട്ടാത്തതുമുണ്ട്. ബെയിലബിൾ ആൻഡ് നോൺ ബെയിലബിൾ. വാൾപോസ്റ്റ് ഒട്ടിച്ചത് ജാമ്യം കിട്ടാത്ത വകുപ്പ് പ്രകാരമുള്ള കുറ്റകൃത്യമൊന്നും അല്ലല്ലോ. എഫ്ഐആർ ഇട്ടിരിക്കുന്നത് എന്താണ്? പോലീസിനെ അറിയാൻ കഴിഞ്ഞിട്ടുള്ള ഒരു അത്രയേ ഉള്ളൂ, അങ്ങനെയുള്ളൂ. എത്ര വലിയ കുറ്റകൃത്യം പോലും എഫ്ഐആറിൽ എഴുതിയിട്ടില്ല. 173 നമ്മൾ പറഞ്ഞു. നിങ്ങൾക്ക് ഗൂഗിൾ അടിച്ചു നോക്കാം. BNSS 173 മലയാളത്തിലും കിട്ടും നിങ്ങൾക്ക്. അങ്ങനെ ഒരു എഫ്ഐആർ തന്നെ ഇല്ല. ഒരു രജിസ്ട്രേഷൻ, ഒരു ജസ്റ്റ് ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഇട്ടിരിക്കുന്നു. ഒരു സാധാരണ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു, അത്രമാത്രം. വാൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിന്, ആർക്കെങ്കിലും എതിരായിട്ടുള്ള വാൾ പോസ്റ്റർ ഒട്ടിക്കുന്നതിന് അറസ്റ്റ് ചെയ്യണമെങ്കിൽ എല്ലാ ദിവസവും ആയിരക്കണക്കിന് രാഷ്ട്രീയക്കാരെ അറസ്റ്റ് ചെയ്യേണ്ടി വരുമല്ലോ. ജയിലുകളിൽ സ്ഥലമില്ലാണ്ട് വരില്ലോ. ജാമ്യം കിട്ടാത്ത വകുപ്പിൽ പോലും നോൺ ബെയിലബിൾ ഒഫൻസ് 7 സംവത്സരത്തിന് മേലെ ചിട്ട കിട്ടാൻ സാധ്യതയുണ്ടെങ്കിലേ അറസ്റ്റ് പാടുള്ളൂ എന്നാണ് നിയമം. എന്റെ അറിവ് വെച്ചാൽ ഞാൻ പറയണേ കേട്ടോ. ഞാൻ അഡ്വക്കേറ്റോ നിയമപണ്ഡിതനോ ഒന്നുമല്ല, പോലീസോ ഒന്നുമല്ല. എങ്കിലും നിങ്ങൾക്ക് തിരുത്താൻ അറിവുള്ളവർക്ക് വേണമെങ്കിൽ തിരുത്താം. ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ജാമ്യം കിട്ടാത്ത വകുപ്പ് നോൺ ബെയിലബിൾ ഒഫൻസ് ആണെങ്കിൽ പോലും 7 വത്സരത്തിന് മേലെ ചിട്ട കെട്ടാൻ സാധ്യതയുണ്ടെങ്കിലേ, ആ വകുപ്പ് പ്രകാരം കേസ് എടുത്തിട്ടുണ്ടെങ്കിലേ, അങ്ങനെ എഫ്ഐആർ ഉണ്ടെങ്കിലേ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. വാൾ പോസ്റ്റ് ഇട്ടിട്ട് അറസ്റ്റ് ചെയ്യേ. ഇത് ജാമ്യം കിട്ടാവുന്ന ഒരു ചെറിയ വകുപ്പ്. എന്നിട്ടും തലശ്ശേരി പോലീസ് അവിടെ നിന്ന്, കണ്ണൂര് ജില്ലയിലുള്ള തലശ്ശേരി പോലീസ് പല ജില്ലകൾ താണ്ടി എറണാകുളത്ത് വന്ന് 2 പേരെ കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള വലിയ വീഴ്ചയാണിത്. നമ്മളെ ഹാരസ്മെന്റ് ഓഫ് പോലീസ് അറിയില്ലേ? പോലീസിന്റെ ഉപദ്രവം, പോലീസിന്റെ ശല്യം. ഹാരസ്മെന്റ് ഓഫ് പോലീസ്, പോലീസിന്റെ ഉപദ്രവം അല്ലെങ്കിൽ ശല്യം. ഇനി ഒരാൾ അറസ്റ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത ബന്ധുക്കൾ അറിയിക്കണമെന്ന് നിയമം അനുശാസിക്കുന്നുണ്ട്. ഇപ്പം ഒരു മനുഷ്യനെ, പുരുഷനെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയോ മക്കളെയോ അതൊന്നും ഇല്ലെങ്കിൽ ഏറ്റവും അടുത്തവരെ അറിയിക്കണം. അത് അദ്ദേഹത്തിന്റെ മൗലിക അവകാശമാണ്, പൗരന്റെ അവകാശമാണ്. ഇവരെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇവരുടെ ബന്ധുക്കളെയോ ആരെങ്കിലൊക്കെ അറിയിച്ചോ? ഫോൺ നമ്പർ വാങ്ങിച്ച് അവരെ അറിയിക്കണം. അറസ്റ്റ് ചെയ്താല് പൗരന്റെ മൗലിക അവകാശങ്ങളാണ് പച്ചയ്ക്ക് ചവിട്ടി അരയ്ക്കപ്പെട്ടത്. ഇതെന്തത്? ഹിറ്റ്ലറും മുസോളിനും ഭരിച്ചപ്പോ പോലും ഇത്രയൊന്നും കണ്ടിട്ടില്ലല്ലോ. ഇനി ഒരാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴാണെങ്കിലും വിട്ടയക്കുമ്പോഴാണെങ്കിലും ദേഹപരിശോധന, വൈദ്യപരിശോധന അങ്ങനെയൊക്കെ നടത്തണം. ഇവിടെ അത് നടത്തിയിട്ടില്ല. മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഹാരസ്മെന്റ് ഓഫ് പോലീസ്, പൗരന്റെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു, മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ ആവർത്തിക്കുക, ഹിറ്റ്ലറോ മുസോളിനിയൊക്കെയാണോ നമ്മുടെ നാട് ഭരിക്കുന്നത്? ഇങ്ങനെ പോലീസിനെ അഴിഞ്ഞാറാൻ വിട്ടിരിക്കുന്നത്? തീർന്നില്ല. അറസ്റ്റ് ചെയ്യണമെങ്കിൽ അറസ്റ്റ് മെമ്മോ കൊടുക്കണം. അറസ്റ്റ് മെമ്മോ ഇവിടെ അത് കൊടുത്തിട്ടുണ്ടോ? ഇല്ല. എന്താ ഈ ഇങ്ങനെ പോലീസ് പെരുമാറുന്നേ? ഈ സർക്കാരിനെതിരെയും ഈ പോലീസിനെതിരെയും എപ്പോഴാണോ നിങ്ങൾക്ക് പ്രതികരിക്കാൻ അവസരം കണ്ട് അപ്പൊ പ്രതികരിച്ചിരിക്കണം. നമുക്ക് ഇങ്ങനെ ഫാസിസ്റ്റ് ആയിട്ടുള്ള ഒരു പോലീസ് സേന നമുക്ക് വേണ്ട. എനിക്കും നിങ്ങൾക്ക് ഇങ്ങനെ സംസാരിക്കാൻ പോലും കഴിയുന്നത് നമുക്കിവിടെ ജനാധിപത്യം ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും പിടിച്ച് കൂട്ടിലിടും. ഇതിപ്പോ അങ്ങനെയാണ് ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ രാത്രിയിൽ അറസ്റ്റ്, രാത്രി 7 മണിക്കും 11 മണിക്കും അറസ്റ്റ് ചെയ്യേ. ഒട്ടും നീതിവൽക്കരിക്കാൻ പറ്റാത്ത അക്ഷന്തവ്യമായ തെറ്റ് നമ്മൾ പറയില്ലേ? പോലീസില് വിവരമുള്ളവരൊക്കെ കുറഞ്ഞോ? അല്ലൊരു സംശയം തോന്നുക. ഇങ്ങനെ വാൾ പോസ്റ്റ് പതിച്ച ഒരു കുറ്റത്തിന് രാത്രി മറ്റൊരു ജില്ലയിൽ പോയി രാത്രി തിരുട്ട് ഗ്രാമത്തിൽ പോകാൻ പോലും 14 പോലീസുകാർ പോയിട്ടില്ല. 5-6 പോലീസുകാരെ പോവുക. ഇനി അത് തീർന്നില്ല. ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിൽ പോയി ഈ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ SP, പോലീസ് സൂപ്രണ്ട്, ഒരു പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യണം. പ്രൊസീജിയേഴ്സ് ആണത്. ഇവിടെ തലശ്ശേരി കണ്ണൂർ ജില്ലയിൽപ്പെട്ടതായതുകൊണ്ട് കണ്ണൂർ SP
അത് പുറപ്പെടുവിക്കണം. എറണാകുളത്താണല്ലോ ഈ കുറ്റവാളികൾ എന്ന് പറയപ്പെടുന്നവര്, ആരോപിക്കപ്പെടുന്നവരുള്ളത്. വേറെ ജില്ലയാണത്. അങ്ങനെ പോലീസ് SP അങ്ങനെ ഒരു ഓർഡർ ഇട്ടിട്ടുണ്ടോ? പ്രൊസീജിയർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇതൊക്കെയാണ് നമ്മുടെ ജോയ് സാറും പ്രിൻസനും ജോസഫ് എബ്രാഹും എല്ലാം കൂടി, പ്രത്യേകിച്ച് ജോയ് സാറിന്റെ, അദ്ദേഹം അഡ്വക്കേറ്റ് ആണല്ലോ, അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഈ നിയമലംഘനങ്ങൾ ഒന്നൊന്നായി ചൂണ്ടിക്കാണിച്ചപ്പോ പോലീസ് ഏമാന്മാർ അറസ്റ്റ് ചെയ്ത് 2 പേരെയും പെട്ടെന്ന് വിട്ടയച്ചു. ഇവര് 11 മണിക്ക് അറസ്റ്റ് ചെയ്യാൻ പോയി. ഇവര് വിളിച്ച് എല്ലാവരും കൂട്ടിക്ക് വന്ന് 12 മണിയായി. ഈ 2 മണിക്കൂർ നേരത്തെ വാദപ്രതിവാദം കഴിഞ്ഞപ്പോ 2:30 ആയിപ്പോ ഈ അറസ്റ്റ് ചെയ്ത 2 പേരെയും, ഒരാളെ അറസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെയാണ് നമ്മുടെ ആളുകളെ വിളിച്ചത്. ഈ അറസ്റ്റ് ചെയ്ത 2 പേരെയും വിട്ടയച്ചു. അവരെ സുരക്ഷിതമായി അവരുടെ വീടിൽ കൊണ്ടാക്കി. അങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നേതൃത്വം കൊടുത്തവര് ജോയ് സാറും പ്രിൻസനും ജോസഫ് എബ്രാഹും ഒക്കെ അവരുടെ വീടുകളിലേക്ക് എത്തിയത് പുലർച്ചെ 6 മണിയായി. ഇന്ന് പുലർച്ചെ 6 മണിയായി. അപ്പോ ലത്തീൻ സഭയിൽ വിഭൂതി ആഘോഷിക്കുന്ന ഇന്നത്തേക്ക് തിങ്കളാഴ്ച നമ്മൾ സീറോ മലബാർ സഭ വിഭൂതി ആഘോഷിച്ചു. കർത്താവ് ഇടപെട്ടത് ഈ ജോയ് സാറിന്റെയും പ്രിൻസന്റെയും പിന്നെ ഈ ജോസഫ് എബ്രാഹത്തിന്റെയും രൂപത്തിലാണ്. അതേസമയം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവര് അവരും വീരന്മാരാണ്. ഈ വിൽസനും പിന്നെ കുര്യാക്കോസ് അറസ്റ്റ് ചെയ്തില്ല അമ്പലത്തെങ്കിലും, അവര് സഭയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായി നടക്കുന്നവരാണ്. നിങ്ങൾ ഇതൊക്കെ ഇങ്ങനെ കാണിച്ച് പേടിപ്പിച്ചാൽ അവർ പേടിക്കുന്നു വിചാരിച്ചോ? അതിനാൽ ഈ ഓപ്പറേഷന് മുൻകൈയെടുത്ത ജോയ് സാറിനും നിങ്ങൾ എല്ലാവർക്കും, ഈ പറഞ്ഞ മനുഷ്യർക്കും അവർക്ക് സപ്പോർട്ടായിട്ട് ഈ വൺ ചർച്ച് വൺ കുർബാന മൂവ്മെന്റിലെ നല്ല മനുഷ്യരൊക്കെ ഇതിന് സപ്പോർട്ടായിട്ട് ഉണ്ടായിരുന്നു. ഇന്നലെ എന്നോട് ചിലർ അറിയിച്ചിരുന്നു. അപ്പൊ എല്ലാവരും പ്രാർത്ഥനയായിട്ട് ഉണ്ടായിരുന്നു. കാര്യങ്ങൾ വഷളാകുകയാണെന്ന് പേടിയുണ്ടായിരുന്നു. പക്ഷെ ദൈവം നേരിട്ടിറങ്ങി പോലീസിനെ, ഞാൻ പറഞ്ഞില്ലേ, വാണം പോലെ പിറകോട്ടടിച്ചു. നാണം കെട്ട് മടങ്ങി. ഞാൻ ആവർത്തിക്കുക, നമുക്ക് ആയുധമില്ല, ആൾബലമില്ല, പണമില്ല, സ്വാധീനമില്ല, അധികാരമില്ല, പോലീസില്ല, രാഷ്ട്രീയമില്ല, ഒന്നും നമ്മുടെ പക്കലില്ല. പക്ഷേ ഒന്നുണ്ട് നമ്മുടെ കൂടെ, ദൈവം, നമ്മുടെ കർത്താവായ ഈശോ മിശിഹ, പരിശുദ്ധാത്മാവിന്റെ കൃപ. ഏതാനും വാൾ പോസ്റ്റ് ഒട്ടിച്ചതിനെതിരെ പത്രക്കുറിപ്പ് ഇറക്കുക, അസഹിഷ്ണുത കാണിക്കുക, പോലീസിനെ സ്വാധീനിച്ച് സ്വന്തം ആളുകളെ അറസ്റ്റ് ചെയ്യുക, എന്നിട്ട് നാണം കെട്ട് അതെല്ലാം പിൻവലിക്കേണ്ടി വരിക. എന്താണ് നമ്മുടെ സഭയ്ക്ക് സംഭവിക്കുന്നത്? ഇത്തരം പോക്കിരിത്തരങ്ങൾ ചെയ്താൽ സത്യവിശ്വാസികൾ പേടിച്ച് പിന്മാറുമെന്ന് കരുതുകയാണോ നിങ്ങൾ? കത്തോലിക്ക സഭയുടെ ചരിത്രമൊന്നും പഠിച്ചിട്ടില്ലേ? അല്ല, അറിയാൻ പാലോട് ചോദിക്കുക, പോലീസിനോട് ഞാൻ ചോദിക്കുകയാണ്. ഈ സീറോ മലബാർ സഭയുടെ ഏകീകൃത കുർബാന കിട്ടാൻ വേണ്ടി മരിക്കാൻ പോലും തയ്യാറായവരെയാണ് ഈ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കാനായിട്ട് നോക്കുന്ന പോലീസ് ഞങ്ങൾക്ക് പുല്ലാണെന്ന് നമ്മള് മുദ്രാവാക്യം കേൾക്കുന്നുണ്ട്. ഇപ്പൊ ഒന്ന് പറയാൻ ആഗ്രഹിക്കുക. വിദേശത്ത് നിന്നും നമ്മുടെ നാട്ടിൽ വന്ന മാർപ്പാപ്പയെ പ്രതിനിധാനം ചെയ്യുന്ന ആള്, ആ വാസിൽ പിതാവിനെ കുപ്പി എറിഞ്ഞപ്പോൾ പോലീസെ നിങ്ങൾ എവിടെയായിരുന്നു ഈ സഭാ നേതൃത്വ സ്വാധീനം? ഇപ്പൊ ഈ ഏതാനും വാൾ പോസ്റ്റ് എഴുതി ഒട്ടിച്ചവരെ അറസ്റ്റ് ചെയ്യാൻ നടന്നവരുടെ സ്വാധീനം? മാർപ്പാപ്പയുടെ പ്രതിനിധി കുപ്പി എറിഞ്ഞപ്പോ ഒരു പെറ്റി കേസ് പോലും എടുക്കാൻ കഴിഞ്ഞോ നിങ്ങൾക്ക്? തോട്ടുപുറം അച്ഛനെ പൊതുജനം കാണുകെ ആക്രമിച്ചവർക്കെതിരെ കേസെടുക്കാതെ അച്ഛനെ സംരക്ഷിച്ചവർക്ക് കേസെടുത്ത പോലീസിൽ നിന്നും, അവരെ സ്വാധീനിക്കുന്നവരിൽ നിന്നും നാം നീതി പ്രതീക്ഷിക്കുന്നില്ല. ഇന്ത്യയിലെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായിരുന്ന ഒരാള് ആ ആളെ കാല് തല്ലിയൊടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ പോലീസെ നിങ്ങൾ എവിടെയായിരുന്നു? നിങ്ങൾ സ്വാധീനിക്കുന്നവരെവിടെയായിരുന്നു? ഇങ്ങനെ മെത്രാപോലിത്തയുടെ ഇന്ത്യയുടെ മെത്രാൻ സമിതിയുടെ പ്രസിഡന്റായിരുന്ന ആളാണ്. ആ മെത്രാപോലിത്തയുടെ കാല് തല്ലിയൊടിക്കുന്ന ഭീഷണിപ്പെടുത്തിയ ആളുകള് വേറെ മതത്തിലെ തീവ്രവാദികളുമായി കൂട്ടുചേർന്ന് സീറോ മലബാർ സഭയെ, പ്രത്യേകിച്ച് എറണാകുളം അങ്കമാലി അതിരൂപത നശിപ്പിക്കാൻ ശ്രമിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചപ്പോൾ അയാളെ തന്നെ ചേർത്ത് പിടിച്ച് സഭയിൽ പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറി ആക്കുന്ന അത്തരം ആളുകളുടെ വാക്ക് കേട്ട് കാളപ്പെറ്റൂന്നും കേട്ട് കയറെടുക്കുന്ന പോലീസുകാരായി മാറരുത് തലശ്ശേരിക്കാര്. തലശ്ശേരി പോലീസ് എറണാകുളത്തേക്ക് അങ്ങനെ ഇറങ്ങി പുറപ്പെടുകയും ചെയ്യരുത്.
നിങ്ങൾ സമൂഹത്തിലല്ലേ ജീവിക്കുന്നേ, ഈ സമൂഹത്തിലല്ലേ ജീവിക്കുന്നേ. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഞങ്ങളൊക്കെ കൂടുതൽ നിങ്ങൾക്ക് അറിയാലോ, ഇന്റലിജൻസ് എല്ലൊക്കെ ഉണ്ടല്ലോ. മറ്റൊരു മതത്തിന്റെ തീവ്രവാദ ഗ്രൂപ്പുകളുമായി ചേർന്ന് സീറോ മലബാർ സഭയെ ഒറ്റിക്കൊടുത്ത് നശിപ്പിക്കാൻ കച്ചകെട്ടി ഇറക്കി നിൽക്കുന്നവരെ ചേർത്ത് പിടിച്ച് പാസ്റ്റർ കൗൺസിൽ സെക്രട്ടറിയാക്കി വെക്കുക. അങ്ങനെ ചെയ്യുന്ന ഒരാളുടെ ഒരു പരാതി കേൾക്കുമ്പോ ഒന്നുകൂടി പരിശോധിച്ചിട്ട് വേണ്ടേ നിങ്ങൾ ഇറങ്ങി പുറപ്പെടാൻ? കോടതിയുടെ വിലക്ക് നിലനിൽക്കുന്ന സ്ഥലത്ത് പന്തല് കെട്ടി പട്ടം കൊടുത്തപ്പോൾ അവർക്ക് സംരക്ഷണം ഒരുക്കിയതിന് പേരില് പ്രതിക്കൂട്ടിലാണ് ഇപ്പൊ ഈ പോലീസ്. അവരുടെ തൊപ്പിയിലെ നാണം കടലിന്റെ ഒരു തൂവൽ കൂടി തുന്നി ചേർത്തിരിക്കുകയാണ് ഇപ്പോ. എറണാകുളം അരമനയുടെ ഗേറ്റ് തല്ലിപ്പൊളിച്ചവരെ ഉന്നത സ്ഥാനങ്ങൾ വാഴിക്കുന്ന ഒരു വാക്ക് കേട്ട് ഇങ്ങനെ ഇറങ്ങി പുറപ്പെടരുത് പോലീസ്. ദൈവം നിങ്ങളോട് പൊറുക്കില്ല. നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി ദൈവം നിങ്ങളോട് പൊറുക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങൾ നാണം കെടും. ഇവയ്ക്കെല്ലാം മൗനാനുവാദം കൊടുക്കുകയും ഇത്തരം കാര്യങ്ങൾ ന്യായീകരിക്കാനായി ന്യായീകരണ ക്യാപ്സുകളായി ഈ പത്രക്കുറിപ്പുകൾ ഇറക്കുകയും ചെയ്യുന്ന ഉന്നത സ്ഥാനീയരെ ഓർത്തോളൂ. ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ നിങ്ങൾ തൻ പിന്മുറക്കാർ? സർ CPയും നിരവധി യുക്തിവാദി നിരീശ്വര കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ശ്രമിച്ചിട്ടും ഈ കത്തോലിക്ക സഭയിൽ തൊടാൻ കഴിഞ്ഞിട്ടില്ല. അവരൊക്കെ തോറ്റ് തുന്നം പാടുകയും ചെയ്തിട്ടുള്ളൂ. അതിനിപ്പോഴത്തെ സർക്കാരിന്റെ പോലീസ് ആയാലും ഞങ്ങൾ പുറകോട്ടില്ല. ഞങ്ങൾ സത്യവിശ്വാസികൾ മരിച്ചു വീണാലും ഈ സമരത്തിൽ നിന്ന് പിന്മാറില്ല. ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ നിങ്ങളുടെ ഈ ഒടുക്ക വിദ്യകളൊന്നും പോരാ. കാരണം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് ഏക സത്യദൈവമായ സർവശക്തനായ ഞങ്ങളുടെ കർത്താവാണ്. ഞങ്ങൾ ഈശോമിശിഹായുടെ പട്ടാളമാണ്. ഞങ്ങൾ ഈശോമിശിഹായുടെ സൈന്യമാണ്. ഞങ്ങളുടെ ആയുധം ഉപവാസം, പ്രാർത്ഥന, പരിത്യാഗം. ഞങ്ങൾക്ക് ആരോടും വൈരാഗ്യമൊന്നുമില്ല. ഞാൻ പ്രതികാരം എന്ന വാക്കുപയോഗിച്ചതിന്റെ പേരിൽ ഞങ്ങൾക്ക് വ്യക്തിപരമായി വൈരാഗ്യം ഉണ്ടെന്ന് വ്യാഖ്യാനിക്കും വേണ്ട. അതല്ല കാര്യം. പ്രകൃതിക്കൊരു നിയമമുണ്ട്, ദൈവത്തിനൊരു നിയമമുണ്ട്. അത് ഞാൻ ഓർമ്മപ്പെടുത്തുന്നേ ഉള്ളൂ. അതിൽ ഞാൻ ആവർത്തിക്കുക, ഞങ്ങൾ കർത്താവിന്റെ സൈന്യമാണ്, കർത്താവിന്റെ പട്ടാളമാണ്. ഞങ്ങളുടെ ആയുധം എന്ന് പറയുന്നത് സഹനവും പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗമൊക്കെയാണ്. അതിനാൽ ഈ ശക്തി, ആത്മീയ ശക്തിയെ തകർക്കാൻ ഒരു ശക്തിക്കും ഒരു സൈന്യത്തിന് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല, കഴിയില്ലെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.